അതായത് രാവും പകലും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പൈസ ചിലവാക്കി വലിയ പ്രതീക്ഷയോടുകൂടി പ്രത്യേകിച്ചും ഒരു പരീക്ഷ കൂടെ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് ഇയർ ലൂസ് ചെയ്ത് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ 22 ലക്ഷത്തിൽ വലിയൊരു ശതമാനം കുട്ടികൾ ജെന്യുവിൻ ആയിട്ടുള്ള കുട്ടികളാണ്. അവരോട് ചെയ്ത വലിയൊരു അനീതി, അതാണ് ആദ്യത്തെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ആ പരാമർശം ലെസൺസ് പഠിക്കണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് 2015 ഒരു കേസ് ഉണ്ടായിരുന്നു, മറ്റേ പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ അതിലും മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം 24 ഉണ്ടായപ്പോഴാണ് പാർഷ്യലായിട്ട് ആ സ്റ്റേറ്റുകളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് റീസൺ ഉണ്ടായിരുന്നു, ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ഏത് സ്റ്റേറ്റിലാണത്. ഇപ്പം അങ്ങനെയല്ല, ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, എവിഡൻസ് ഇല്ല. ആ സന്ദർഭത്തിലാണ് ഔട്ട്റൈറ്റ് ആയിട്ട് ഇൻജസ്റ്റിസ് ഈ ജെന്യുവിൻ ആയിട്ടുള്ള കുട്ടികളോട് ചെയ്തിരിക്കുന്നത്. അത് വലിയ കഷ്ടമാണ്. കാരണം ഈ ഒരു പ്രത്യേക സമൂഹമാണ്, അതായത് മറ്റുള്ളവർ ചൈൽഡാണ്, ബാക്കിയുള്ളവർ അഡൾട്ടാണ്. അധ്യാപകർ, ജോലിയുള്ളവർ, അവരൊക്കെ അഡൾട്ടായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ അഡോളസെൻ്റ് ഏജിലുള്ള 17 വയസ്സുള്ള കുട്ടികൾ പോയിട്ട് ഇതുപോലെ കഷ്ടപ്പെട്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല, അവരോട് പറയാൻ ആളില്ല. സുപ്രീം കോടതി പോയപ്പം ഒരു അഫിഡവിറ്റ് പോലും ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആരും തന്നെ കൊടുത്തില്ല. എന്തൊക്കെ ചെയ്യാമായിരുന്നു, ഒന്നുമില്ല. ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യാനുള്ള മെനക്കെട്ടിട്ടുമില്ല. അപ്പം അവരെ സഹായിക്കാനുള്ള ഒരു ബാധ്യതയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ. NDA ചെയ്തത് തെറ്റായിരിക്കാം, ഏത് ഏജൻസി ചെയ്യുന്നതും തെറ്റായിരിക്കും. പിന്നെ ഈ സാറ് പറഞ്ഞ അതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത്, ഇതറിഞ്ഞുകൊണ്ടല്ലേ ആ ഏജൻസി ഈ കോംപ്ലിക്കേഷനും ഈ വലിയ പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ടല്ലേ അവരത് ഏറ്റെടുത്തത്. വൈ ഡു ദേ വോണ്ട് ടു? ഏജൻസി ചെയ്യട്ടെ. ഇത് ഇങ്ങനെ ഒരു ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാനാണോ ഇത് ചെയ്യുന്നത്? മാർക്കിംഗ് ഒക്കെ അപകടമാണെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനൊരു നേതാവിലേക്ക് വരാം. നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അങ്ങനെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഇപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ വീണ്ടും ബോധ്യപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ 23 ലക്ഷത്തോളം വരുന്ന പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കളുടെ സ്വപ്നം, അവരുടെ കഷ്ടപ്പാട്, ജീവിതത്തിലെ പ്രതീക്ഷ, ഇതൊക്കെ ലക്ഷ്യം വെച്ചൊരു പരീക്ഷ നടത്തുമ്പോൾ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു കൈകഴുകൽ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 24-ൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം SKN കൂടി ഉണ്ട്. സമാനമായ രീതിയിൽ ഈ വിഷയം രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇതിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആളുകൾ, ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഈ രാജ്യത്തെ യുവജനങ്ങൾ മൊത്തം കളയി കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.